എല്ലാവർക്കും ഒരിക്കൽ കൂടി ദേവൂസ് ഹോമിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് കമൻറ്റ് സെക്ഷനിൽ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രഷ് അലോവേറ ജെല്ലി യൂസ് ചെയ്യുമ്പോൾ ഫേസും അതുപോലെ തന്നെ തലയൊക്കെ ചൊറിയുന്നുണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അലോവേറ ജെല്ലി യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഒരു ചൊറിച്ചിലുണ്ടാകുന്നത്. ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്തപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നീട് ഞാനത് മാറ്റിയെടുത്തു. ഇതിപ്പോൾ ഒരുപാട് പേരുടെ പ്രശ്നമാണ് ഇങ്ങനെ ഫ്രഷ് അലോവേറ ജെല്ലി യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഫേസിലൊക്കെ ഇങ്ങനെ ചെറിയ ചൊറിച്ചിലുണ്ടാകുന്നത്. അപ്പോൾ ഇത് മാറാനായിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഒട്ടും തന്നെ ലേറ്റ് ആക്കുന്നില്ല, നേരെ തന്നെ വീഡിയോയിലേക്ക് പോവാണ്. അതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിലെ കറ്റാർവാഴ ചെടിയാണ്. 2 എണ്ണം ഉണ്ട്. ഞാനിപ്പോൾ പുതുതായിട്ട് ഒരെണ്ണം കൂടി നട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു ലീഫ് കട്ട് ചെയ്തെടുക്കുകയാണ്. അത്യാവശ്യം വലിയൊരു ലീഫാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ വീട്ടിൽ കറ്റാർവാഴ ഇല്ല എങ്കിൽ ഈ ലോക്ക്ഡൗണൊക്കെ മാറിയിട്ട് ഒരു തൈയെങ്കിലും നട്ട് വയ്ക്കുക. നമുക്ക് ഇപ്പോൾ മുടിക്കാണെങ്കിലൊക്കെ ഒരുപാട് നല്ലതാണ് കറ്റാർവാഴ. അപ്പോൾ ഒരു തൈയെങ്കിലും നമ്മുടെ വീട്ടിൽ നട്ട് വയ്ക്കുക കേട്ടോ. ഞാൻ എന്താ ഇതുപോലെ ഒരു അലോവേറ ലീഫ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ലീഫ് ശ്രദ്ധിച്ചാൽ അറിയായിരിക്കും, നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് ഒരു യെല്ലോ കളറിലുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു യെല്ലോ ഫ്ലൂയിഡ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഫ്രഷ് അലോവേറ ഫേസിലായാലും അതുപോലെ തന്നെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ചൊറിച്ചിലുണ്ടാവുന്നത്. അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു ബൗൾ എടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പർ എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ അലോവേറ ഇങ്ങനെ കുത്തി നിർത്തുക. അപ്പോൾ അതിനൊരു സപ്പോർട്ടിനായിട്ട് നമ്മൾ ഭിത്തിയുടെ അടുത്തോട്ട് ഇങ്ങനെ ചായച്ച് വയ്ക്കുക. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആ ഒരു യെല്ലോ ഫ്ലൂയിഡ് നമ്മുടെ ആ ഒരു ബൗളിനകത്താണെങ്കിൽ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറാണ് എടുക്കുന്നതെങ്കിൽ അതിനകത്തോട്ട് വീഴും. അപ്പോൾ ഞാൻ ഏകദേശം 1 മണിക്കൂറോളം അല്ലെങ്കിൽ അരമണിക്കൂറോളം ഇതിങ്ങനെ നിർത്തി വയ്ക്കും. ആ ഒരു യെല്ലോ ഫ്ലൂയിഡൊക്കെ നമ്മുടെ ആ ഒരു ബൗളിനകത്തോട്ട് ആയിട്ടുണ്ട്. ഞാനിത് ഏകദേശം 1 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു അലോവേറ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ഞാനൊരു ബൗളിനകത്തോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു അലോവേറ പ്രത്യേകിച്ചും ആ ഒരു കട്ട് ചെയ്ത ഭാഗമില്ല, ആ ഒരു യെല്ലോ ഫ്ലൂയിഡ് വരുന്ന ആ ഒരു ഭാഗത്ത് നന്നായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ വാഷ് ചെയ്യുകയാണ്. അതിനുശേഷം ജസ്റ്റ് ഈ അലോവേറ ആ ഒരു ബൗളിനകത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉരസി കൊടുക്കുക. ഒരുപാട് പ്രഷറൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ ഉരസി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ തന്നെ ഇതുപോലെ ഉരസി കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് ചെയ്യാം. അതായത് ആ ഒരു ബൗളിൽ ആ ഒരു വെള്ളത്തിനകത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ റബ്ബ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് അതിനകത്തുള്ള കംപ്ലീറ്റ് ആ ഒരു യെല്ലോ ഫ്ലൂയിഡ് പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ആ ഒരു യെല്ലോ ഫ്ലൂയിഡ് വരുന്നിടത്ത് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇതിന് ശേഷം നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഈ ഒരു ലീഫ് വാഷ് ചെയ്യാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ആദ്യമായിട്ടൊക്കെ അലോവേറ യൂസ് ചെയ്തപ്പോൾ ഇതുപോലെ ഫേസിലൊക്കെ ചൊറിച്ചിലുണ്ടാവുമായിരുന്നു. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് അങ്ങനെ ചൊറിച്ചിലുണ്ടായിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചൊറിച്ചിലൊരു പ്രശ്നം ഉണ്ട്, അലോവേറ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലൊരു ചൊറിച്ചിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത്